നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യങ്ങളുണ്ടാവണം, പാപത്തെക്കുറിച്ച് മനസ്തപിക്കണം. എങ്കിൽ മാത്രമേ ഈശോയ്ക്ക് തൻ്റെ കരുണ വർഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് കരുണയുടെ നേർച്ചാൽ തമ്പുരാൻ നമുക്ക് വേണ്ടി ഒഴുക്കി തരുന്ന ഈ ദിനം അതതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ഏറ്റുവാങ്ങാനായിട്ട് പറ്റണം. കാരണം നമ്മുടെ ഭവനങ്ങളും നമ്മളൊക്കെ വിശുദ്ധീകരിക്കപ്പെടണം. അതുകൊണ്ട് അത്തരത്തിൽ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ സാധിക്കുമെങ്കിൽ പങ്കുചേർന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നാളെ മുതൽ വരുന്ന 9 ദിവസത്തേക്ക് പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ ജപമാല നമ്മൾ ചൊല്ലാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങളെ ധ്യാനിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ COVID-19 നമ്മളിന്ന് ഫേസ് ചെയ്യുമ്പോൾ അതിനെ അഭിമുഖീകരിക്കുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണ് വരുന്ന 9 ദിവസങ്ങളായി നമുക്ക് വരാൻ പോവുക. സാധിക്കുമെങ്കിൽ അതിലും പങ്കുചേർന്ന് ഓരോ ദിവസവും പ്രത്യേകമായി അവരും പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. ഈ സമയം നമ്മൾ ആരാധനയിലൂടെ കടക്കുന്നു. പൂർണ്ണമായിട്ടും ഈശോയിൽ നിന്ന് കരുണ കിട്ടണം, തൻ്റെ വിമോചനം ലഭിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി എല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. സാധിക്കുമെങ്കിൽ ഈ സമയങ്ങളിലൊക്കെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് തന്നെ ഈ കരുണ സ്വീകരിക്കുക. കരുണ ഏറ്റവും കൂടുതൽ ഒഴുകിയിറങ്ങുന്ന സമയം അത് പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യ സമയമാണ്. ആ ഒരു ബോധ്യത്തോടുകൂടി ആരാധനയിൽ പങ്കുചേർന്ന് പരസ്പരം പ്രാർത്ഥിക്കാൻ ഏവരും ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഏറ്റവും സ്നേഹത്തോടെ ഈ നിമിഷങ്ങളിൽ നമ്മൾക്ക് ചെലവഴിക്കാം. ഈശോയുടെ വാഗ്ദാനം അനുസരിച്ചാണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പഠിച്ച പ്രാർത്ഥന ഒരിക്കൽ കൂടെ ചൊല്ലിത്തരുന്നത് നിങ്ങൾ ആവർത്തിക്കണം. ഓ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കരുണയുടെ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ ഈശോയുടെ തിരുരക്തമേ തിരുജലമേ, ഞാനെങ്കിൽ ശരണപ്പെടുന്നു. ഓ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കരുണയുടെ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഓ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കരുണയുടെ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് കരുണ ആവോളം സ്വീകരിക്കുന്ന ഈ സമയത്ത് ഒരിക്കൽ കൂടെ വിശുദ്ധ പൗസ്തീനായുടെ ഡയറിയിലെ 699 ഖണ്ഡിക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. കരുണയുടെ ന്യായം എന്താണ് എന്ന് നമുക്ക് ബോധ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്.
ഒരവസരത്തിൽ ഈ വാക്കുകൾ ഞാൻ ശ്രവിച്ചു. എൻ്റെ മക്കളെ, എൻ്റെ അഗ്രാഹ്യമായ കരുണയെപ്പറ്റി സമസ്ത ലോകത്തോടും പറയുക. എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് കഠിന പാപികൾക്ക്, കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവും ആയിത്തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദിവസം എൻ്റെ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും. എൻ്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദവരത്തിൻ്റെ വൻ കടൽ തന്നെ ഒഴുക്കും. അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും. അന്നേ ദിവസം ദൈവിക പ്രസാദപരമൊഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നുവിടും. ഒരാത്മാവ് പോലും തൻ്റെ പാപങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വരുവാൻ ഭയപ്പെടരുത്. മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാകാത്ത വിധം എൻ്റെ കരുണ അത്ര ഉന്നതമാണ്. അത് നിത്യതയോളം അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ അനുകമ്പാർദ്രമായ കരുണയിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും അസ്തിത്വം സ്വീകരിച്ചിരിക്കുന്നത്. എന്നോടുള്ള സഹവാസത്തിൽ എല്ലാ ആത്മാക്കളും എൻ്റെ സ്നേഹത്തിലും കരുണയിലുമാണ് നിത്യതയിൽ എപ്പോഴും മുഴുകിയിരിക്കുന്നത്. എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് കരുണയുടെ തിരുനാൾ ഉത്ഭൂതമായത്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഇത് സാഘോഷം കൊണ്ടാടണമെന്നതാണ് എൻ്റെ അഭിലാഷം. എൻ്റെ കരുണയുടെ ഉറവയിലണയാതെ മാനവകുലത്തിന് സമാധാനം ലഭിക്കുകയില്ല. അത് പ്രിയ സഹോദര സഹോദരി, ഇതാണ് ഈശോ നമുക്ക് തന്ന വാഗ്ദാനം, നമുക്ക് തന്ന ഉറപ്പ്. അതോടൊപ്പം ഈശോ ഫൗസ്തീനായിക്ക് വരയ്ക്കുവാൻ പറഞ്ഞു കൊടുത്ത ഈശോയുടെ കരുണയുടെ രൂപത്തിന്റെ സാന്നിധ്യത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് 2 കിരണങ്ങൾ മനുഷ്യകുലങ്ങളിലേക്ക് ഒഴുകി ഈ നിമിഷം ഇറങ്ങുന്നുണ്ട്. ഈശോ പറഞ്ഞ് ഈ ചിത്രം വെച്ച് വണങ്ങണം. അതിന് തൊട്ടുതാഴെ ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, ഈശോ ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്ന വാക്യം നിങ്ങൾ എഴുതി വയ്ക്കണം. ഈശോയിൽ നിങ്ങൾ ശരണപ്പെടണം. ഇത് അവിശ്വസിക്കരുത്. ഇത് വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈശോയുടെ കരുണ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന അവസരം, കരുണ എവിടെ നിന്നാണ് കിട്ടുന്നത് ചിലപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ മറന്നു പോകുന്നുണ്ട്. അത് വേറെ ഒരിടത്തുമല്ല, ഈശോയുടെ തിരു സാന്നിധ്യത്തിലാണ്. പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് ഏറ്റവും വലിയ കരുണ നമുക്ക് വേണ്ടി ഈശോ ഒഴുക്കുക. പ്രിയമുള്ളവരെ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈശോ ഒരിടത്ത് മാത്രമാണ് കോംപ്രമൈസ് വരുത്താതെയുള്ളത്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം നിങ്ങൾ പൂർണ്ണമായിട്ട് വായിക്കണം. ഒരിക്കൽ പോലും ഈശോ അവിടെ കോംപ്രമൈസ് വരുത്താൻ തയ്യാറല്ല. ആ തിരുവചന ഭാഗത്തിന് 60-66 വാക്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുക. അതിന് തൊട്ടും ഈശോ പറയുന്നുണ്ട്, എൻ്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കണം, എൻ്റെ രക്തം നിങ്ങൾ കുടിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിത്യജീവനുള്ളൂ. 60-ാം വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചനം എത്ര കഠിനമാണ് എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ പിറുപിറുത്തു. 66-ാം വാക്യത്തില് അവന്റെ കൂടെ ഉണ്ടായിരുന്ന കുറെ പേർ അവിടെ വിട്ട് ഇറങ്ങിപ്പോയി. നമ്മൾ ഓർക്കേണ്ട കാര്യം, പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നഷ്ടപ്പെട്ട ഒരാടിനെ തേടി നഷ്ടപ്പെടാതെ 99 മലമുകളിൽ ഇട്ടിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു തമ്പുരാൻ, അല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കുമെന്ന് പറഞ്ഞൊരു തമ്പുരാൻ. 10 നാണയം ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ അതിനെ തേടി ഇറങ്ങാത്തവരായി ആരുണ്ട് എന്ന് ചോദിക്കുന്ന തമ്പുരാൻ. എന്തുകൊണ്ടാണ്? ഈ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ച സമയത്ത് 66-ാം വാക്യത്തില് ഇവരൊക്കെ അവരിൽ നിന്ന് വിട്ടുപോയപ്പോ അവരുടെ പുറകെ പോയി മടക്കി കൊണ്ടുവരാൻ അവൻ ശ്രമിക്കാതിരുന്നത്. ചിന്തിക്കുക. നമ്മൾ ധൂർത്തപുത്രന്റെ ഉപമ പറയുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ വഴിവിട്ടു പോയ നാളുകളിലൊക്കെ അവന്റെ പുറകെ തമ്പുരാൻ പോയില്ല. മറിച്ച് അവൻ എന്ത് ചെയ്തു? ആ പിതാവായ ദൈവം എന്ത് ചെയ്തു? അവൻ വഴിപക്കത്ത് കണ്ണും നട്ട് കാത്തിരുന്നു. അവിടെ മകൻ തിരികെ വരുമ്പോ അപ്പൻ എന്താ പറഞ്ഞത്? കയ്യിൽ മോതിരം, കാലിൽ ചെരുപ്പ്, പുതുവസ്ത്രം, കൂടെ സ്നേഹവിരുന്ന്. ഈ പരിശുദ്ധ കുർബാന അത് ഒരുക്കി കാത്തിരിപ്പുണ്ട്. ആ ഒരുക്കി കാത്തിരിക്കുന്ന കുർബാന സ്വീകരിക്കാൻ ആത്മാർത്ഥതയോടെ ഞാനും നിങ്ങളും ആഗ്രഹിച്ചാൽ, ആശിച്ചാൽ
തമ്പുരാൻ തീർച്ചയായിട്ടും നമ്മിലേക്ക് ഇറങ്ങി വരും. അതെ, കുർബാനയുടെ കാര്യത്തിൽ മാത്രം തമ്പുരാൻ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. അവരൊന്നും മാറ്റില്ല. അവൻ പറഞ്ഞത് എന്താണ്? നിങ്ങളും പോകണമെങ്കിൽ വയ്ക്കൂ. ശിഷ്യന്മാരോട് പറയുന്ന വാക്യം എന്താണ്? നിങ്ങളും പോകണമെങ്കിൽ വയ്ക്കൂ. പക്ഷെ ഞാൻ പറഞ്ഞ ഈ വാക്ക് ഞാൻ മാറ്റില്ല. പരിശുദ്ധ കുർബാന സ്വീകരിക്കാതെ, അതിൽ 100% വിശ്വസ്തരായി ജീവിക്കാതെ ആരിലേക്കും കരുണ തമ്പുരാൻ വർഷിക്കാൻ പറ്റില്ല. ഇതാ കരുണയുടെ ഉറവിടം തമ്പുരാൻ എനിക്കും നിനക്കും വേണ്ടി തുറന്ന് കാത്തിരിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, ഞാനും നിങ്ങളുമൊക്കെ ഈ കരുണയുടെ രൂപത്തോട് ചേർന്ന് ഈശോയുടെ തിരു സാന്നിധ്യത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവന്റെ മുമ്പിൽ താഴ്മയോടെ മുട്ടുമടക്കി കരുണയ്ക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ കരുണ വർഷിക്കും. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66:2 നമ്മൾ വായിച്ചു കേട്ടതാണ്. എന്താണ് അവിടെ പറഞ്ഞത്? കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രമിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. നമുക്ക് എളിമപ്പെടാം. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, സാധിക്കുമെങ്കിൽ എളിമപ്പെട്ട് മുട്ടിന്മേൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. 687 കണ്ണികയില് ഇപ്രകാരം പറയുന്നു, എന്തിനു നമ്മൾ കരുണയുടെ ജപമാല ചൊല്ലണം? ഞാൻ പഠിപ്പിച്ച കരുണയുടെ ജപമാല നീ നിരന്തരം ചൊല്ലണം. ആര് ഇത് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ മരണനേരത്ത് എന്റെ അനന്തമായ കരുണ അവർ അനുഭവിക്കും. പാപികൾക്ക് അവസാനത്തെ രക്ഷാമാർഗമായി വൈദികർ ഇത് നിർദ്ദേശിച്ചു കൊടുക്കണം. എത്ര വലിയ കഠിന പാപിയാണെങ്കിലും ഈ അനുഗ്രഹ ജപമാല ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ എന്റെ അനന്ത കാരുണ്യത്തിൽ നിന്ന് അവന് കൃപ ലഭിക്കുന്നതാണ്. ലോകം മുഴുവനും എന്റെ അനന്തമായ കരുണ അറിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ കരുണയിൽ ആശ്രയം വഹിക്കുന്നവർക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത കൃപകൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതേ പ്രിയമുള്ള സഹോദര സഹോദരി, കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ സംശയം ഒന്നും വേണ്ട. ഈശോ പറയാണ്, കരുണയുടെ ജപമാല നിങ്ങൾ ചൊല്ലിക്കോ, തീർച്ചയായിട്ടും കരുണ തമ്പുരാൻ നമ്മിലേക്ക് വർഷിക്കും. ഈ സമയത്ത് നമ്മൾ പാപ സങ്കീർത്തനത്തിലേക്ക് കടക്കുകയാണ്. കാരണം പാപങ്ങൾ വർജിച്ച് അനുതാപ ശുശ്രൂഷകളുടെ വേണം ഈ കരുണ ഈ നിമിഷം നമുക്ക് സ്വീകരിക്കാൻ. ഈശോ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. 1, കുമ്പസാരത്തിലൂടെ പാപങ്ങൾ ഏറ്റുപറയണം. 2, പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. ഇന്ന് നമ്മുടെ ഉള്ളിൽ ഒരു സംശയമുണ്ട്. കുമ്പസാരിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല, ശാരീരികമായി ഈശോയെ സ്വീകരിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ പാപമോചനം എനിക്ക് കിട്ടുമോ? പരിശുദ്ധ പിതാവാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ഈശോയുടെ വാഗ്ദാന പരിശുദ്ധ പിതാവിലൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ പാപത്തെ കുറിച്ച് അനുഭവിക്കണം. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് പള്ളികളിൽ പോകാൻ പറ്റുന്നില്ല, വൈദികരുടെ അടുക്കൽ പോയി കുമ്പസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് പാപങ്ങളൊക്കെ ഓർക്കണം. 2, പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഈശോ പറയുകയാണ്, നിങ്ങൾ ആത്മാവിൽ എന്നെ സ്വീകരിക്കുന്ന ഈ ദിവസങ്ങളാണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഉള്ളിന്റെ ഉള്ളിൽ ശങ്ക വേണ്ട, ഇത് രണ്ടും നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോ ഈ സമയത്ത് നമ്മുടെ പാപങ്ങളെ കുറിച്ചൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാവട്ടെ. നിങ്ങൾ 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കുമ്പസാരത്തിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന 5 സ്റ്റെപ്പ് നമ്മൾ ഓർക്കും. അതിന് ഒരുക്കമെന്ന നിലയിൽ മനസ്താപപ്രകടനം നമുക്ക് ആവർത്തിക്കാം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റുപരിയായി സ്നേഹിക്കപ്പെടുവാനും യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ ശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർത്തതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. കുമ്പസാരത്തിന് മുമ്പുള്ള ജപം നമുക്ക് ആവർത്തിക്കാം. സർവശക്തനായ ദൈവത്തോടും
നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായേലിനോടും വിശുദ്ധ സ്നാപക യോഹന്നാനോടും ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമായോടും സകല വിശുദ്ധരോടും പിതാവേ അങ്ങയോടും ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായേലിനോടും വിശുദ്ധ സ്നാപക യോഹന്നാനോടും ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമായോടും സകല വിശുദ്ധരോടും പിതാവേ അങ്ങയോടും നമ്മുടെ കർത്താവായ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി കുമ്പസാരത്തിന് മുമ്പുള്ള 5 സ്റ്റെപ്പുകളിലൂടെ നമുക്കൊന്ന് കയറാം. 1, പാപങ്ങളെല്ലാം ക്രമമായിട്ട് ഓർക്കുക. ഇതൊരു അനുതാപ ശുശ്രൂഷയായിട്ട് കണ്ട് 10 പ്രമാണങ്ങളെ നിന്റെ മനസ്സിലേക്ക് ഇത് കൊണ്ടുവരണം. കൽപ്പന ഞാൻ ലംഘിച്ചിട്ടുണ്ടോ? തിരുസഭയുടെ കൽപ്പനകൾ 5 നമുക്കറിയാം. ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളാതിരുന്നിട്ടുണ്ടോ? ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്തിട്ടുണ്ടോ? തമ്പുരാന്റെ മാപ്പ് ചോദിക്കുക. ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പെസഹ കാലത്ത് വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുകയും ചെയ്യണം എന്ന കൽപ്പന ഞാൻ ലംഘിച്ചിട്ടുണ്ടോ? മാപ്പ് ചോദിക്കുക. നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഉപവസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയും ചെയ്യണം. ചെയ്യാതിരുന്നിട്ടുണ്ടോ? മാപ്പ് ചോദിക്കുക. വിലക്കപ്പെട്ട കാലത്ത് വിവാഹം ആഘോഷിക്കുകയോ തിരുസഭ വിലക്കിയിരിക്കുന്ന ആളുകളുമായി വിവാഹം നടത്തുകയോ ചെയ്തിട്ടുണ്ടോ? തമ്പുരാനോട് മാപ്പ് ചോദിക്കുക. ദേവാലയത്തിനും ദൈവ ശുശ്രൂഷകർക്കും വൈദിക അധ്യക്ഷൻ മേലധ്യക്ഷൻ നിശ്ചയിച്ചിട്ടുള്ള പതാരവും മറ്റു ഓഹരികളും കൊടുക്കാതിരുന്നിട്ടുണ്ടോ? മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങൾ നമ്മൾ ഓർത്തു. ഇനി അവയെക്കുറിച്ച് പശ്ചാത്തലിക്കുക. തമ്പുരാനെ, ഞാൻ ചെയ്തു പോയ പാപങ്ങൾ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഈ ദിനത്തിൽ കരുണയുടെ സ്രോതസ് ഒഴുകുന്ന ഈ ദിനത്തിൽ എനിക്ക് കരുണ വേണം. അതിന് തടസ്സമായിട്ടുള്ള എല്ലാത്തിനെയും ഞാൻ അതിജീവിക്കുന്നു. 3ാമത്തെ സ്റ്റെപ്പ്, മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞയെടുക്കുക. പ്രതിജ്ഞയെടുത്തു. ചെയ്തു പോയ മാരക പാപങ്ങളെല്ലാം വൈദികനോട് ഏറ്റുപറയുക. ഈ സമയം കുമ്പസാരക്കൂടുകളിൽ നമുക്ക് പോകാൻ പറ്റുന്നില്ല. ഈശോ നമ്മുടെ മുമ്പിലുണ്ട്. ഈശോയുടെ അതൊക്കെ പറ. ഓർക്കണം, ഇത് മുഴുവൻ കുമ്പസാരമല്ല. സഭ നമുക്ക് താൽക്കാലികമായി തന്നിരിക്കുന്ന അവസരമാണ്. പള്ളികൾ തുറക്കുമ്പോൾ വൈദികർ ഉള്ളപ്പോൾ അവിടെ പോയി എത്രയും പെട്ടെന്ന് പോയി നമ്മൾ കുമ്പിട്ട് കുമ്പസാരിക്കണം. ആ ഒരു തീരുമാനത്തോടെ തമ്പുരാന് പറയണം. തുടർന്ന് വൈദികനോട് പാപങ്ങൾ ഏറ്റുപറയുന്ന ഈശോയോട് നേരിട്ട് ഞാൻ പറഞ്ഞു. ഈശോ നൽകുന്ന, വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം അത് ചെയ്യണം. ഇവിടെ 741ാമത്തെ ഡയറിക്കുറിപ്പിൽ വിശുദ്ധ പൗസ്തീന എഴുതി വച്ചിരിക്കുന്ന ഒരു ഭാഗം കൂടെ ഞാൻ വായിക്കുകയാണ്. ഇന്ന് ഒരു മാലാഖ എന്നെ നരക ഗർത്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇത് അത്യുഗ്രമായ പീഡനത്തിന്റെ സ്ഥലമാണ്. ഇത് അതിവിശാലവും ഭയം തോന്നും വിധം അഗാധവുമാണ്. പലതരത്തിലുള്ള പീഡനങ്ങൾ ഞാൻ അവിടെ കണ്ടു. അവ, ഒന്നാമത്തെ പീഡനം നരകത്തെ നരകമാക്കി തീർക്കുന്നത് ദൈവം
നിത്യമായി നഷ്ടപ്പെട്ടു എന്ന നിരാശയാണ്. ഓർക്കുക, നരകത്തിൽ ദൈവമില്ല. അപ്പോൾ നരകത്തെ നരകമാക്കി തീർക്കുന്നത് ദൈവം നിത്യമായി നഷ്ടപ്പെട്ടു എന്ന നിരാശ. രണ്ടാമത്തെ പീഡനം മനസ്സാക്ഷിയുടെ നിരന്തരമായ കുറ്റപ്പെടുത്തലാണ്. ചില പാപങ്ങൾ നമ്മെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ പീഡനം ഒരുവന്റെ ഒരിക്കലും മാറ്റമില്ലാത്ത അവസ്ഥയാണ്. ഇതൊക്കെ തമ്പുരാൻ നമുക്ക് തന്നിട്ടും വീണ്ടും അനുഭവിക്കാതെ കല്ലുപോലെയുള്ള നമ്മുടെ സാഹചര്യങ്ങൾ. നാലാമത്തേത് ആത്മാവിനെ ദഹിപ്പിച്ച് നശിപ്പിക്കാതെ അതിനെ ചൂഴ്ന്നു നിന്ന് ജ്വലിക്കുന്ന തീയാണ്. ദൈവകോപമായ ആത്മീയതയായതുകൊണ്ട് ഇത് അതികഠിനമായ സഹനമാണ്. അഞ്ചാമത്തെ പീഡനം നിത്യമായ ഇരുട്ടും ഭയങ്കരമായ ശ്വാസം മുട്ടിക്കുന്ന ഗന്ധവുമാണ്. ഇരുട്ടാണെങ്കിലും പിശാചുകളും നിത്യനാശത്തിൽ പതിച്ച ആത്മാക്കളും പരസ്പരം കാണുന്നുണ്ട്. തന്റെയും മറ്റുള്ളവരുടെയും തിന്മകളെല്ലാം ഇവർ കാണുന്നു. ആറാമത്തെ പീഡനം സാത്താന്റെ നിരന്തരമായ സഹവാസമാണ്. ഏഴാമത്തെ പീഡനം ഭയാനകമായ നിരാശയും ദൈവത്തോടുള്ള വെറുപ്പും നിന്ദ്യമായ വാക്കുകളും ശാപങ്ങളും ദൈവദൂഷണങ്ങളുമാണ്. ഈ സകലങ്ങളെല്ലാം ഒരുമിച്ച് നിത്യമായി നശിച്ച ആത്മാക്കൾ സഹിക്കുന്നു എങ്കിലും ഇതുകൊണ്ടും തീരുന്നില്ല അവരുടെ വേദനകൾ. ഓരോ ആത്മാവിനും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക പീഡനങ്ങളുണ്ട്. ഓരോ ആത്മാവും ചെയ്ത പാപത്തിനനുസൃതമായി അതിഭീകരവും വിവരിക്കാൻ സാധിക്കാത്തതുമായ പീഡനങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു. ഓരോന്നിലും വ്യത്യസ്തമായ കഷ്ടതകളോടുകൂടിയ പീഡനങ്ങളുടെ കുഴികളും ഗർത്തങ്ങളുമുണ്ട്. സർവശക്തനായ ദൈവം എന്നെ താങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഈ പീഡനങ്ങളുടെ ദർശനത്തിൽ തന്നെ ഞാൻ മരിച്ചു പോകുമായിരുന്നു. വിശുദ്ധ ഫൗസ്തീന പറയുകയാണ്, സർവശക്തനായ ദൈവം എന്നെ താങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ വീണു പോകുമായിരുന്നു, മരിച്ചു പോകുമായിരുന്നു. പാപം ചെയ്യാൻ ഉപയോഗിച്ച അവയവത്തിന് നിത്യമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പാപികൾ അറിഞ്ഞിരിക്കട്ടെ. നരകം എന്താണെന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ലെങ്കിലും നരകമില്ല എന്നും ആരും അവിടെ പോയിട്ടില്ല എന്നും ഒരാത്മാവ് ഒഴികഴിവ് പറയാതിരിക്കാനായി ദൈവം നിർദ്ദേശിച്ച പ്രകാരമാണ് ഞാനിത് എഴുതുന്നത്. അത് പ്രിയമുള്ളവരെ, ഈശോയുടെ കരുണ നമുക്ക് വേണം. നമുക്ക് ആർക്കും നരകത്തിൽ പോകേണ്ട, മറിച്ച് നമുക്ക് നിത്യതയിൽ നമ്മുടെ ദൈവത്തോടൊപ്പമായിരിക്കണം. ആ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവട്ടെ. അതിനുള്ള അവസരമാണ് ദൈവം നമുക്ക് വേണ്ടി ഈ സമയം ഒരുക്കി തന്നിരിക്കുക. വലിയ ബോധ്യത്തോടുകൂടി കരുണ സ്വീകരിക്കാം. ഒരു നിമിഷം സാധിക്കുമെങ്കിൽ രണ്ട് കരങ്ങൾ ഉയർത്തി തമ്പുരാനെ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഈശോയെ 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 മനസ്സിനെ സ്വതന്ത്രമാക്കി തരണമേ, ഹൃദയത്തെ എളിമപ്പെടുത്തണമേ, താഴ്മയോടെ തന്നെ കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. താഴ്മയുള്ള ഞങ്ങളിലേക്ക് കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണയുടെ നേർച്ച ഞങ്ങളിലേക്ക് നീട്ടിപ്പിടിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരുണയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കർത്താവ് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഏറ്റവും ശക്തമായ പ്രാർത്ഥന വിശ്വാസ പ്രമാണമാണ്. ഏറ്റെല്ലാം സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് ശിക്ഷപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ മൂന്നാം നാൾ സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തനായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും നീതിമാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസ്വതനും ഞങ്ങളുടെ രക്ഷകരമായ പ്രാവിശ്വസിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈ ഒന്നാം രഹസ്യം ഈശോയുടെ കരുണ വർഷിക്കപ്പെടണം. ഈശോയെ പ്രാർത്ഥിക്കുക ഓരോരുത്തരും. ഈശോയെ നിന്റെ കരുണയുടെ നേർച്ചാൽ
എന്നിലേക്കും എന്റെ കുടുംബത്തിലേക്കും ഈ ലോകം മുഴുവനിലേക്കും വർഷിക്കണമേ. അതിന് എന്നിലൂടെ പാപത്തെ അതിജീവിക്കാൻ കൃപ ഈ സമയം എനിക്ക് തരണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി, 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 ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി. പിതാവേ, ഞങ്ങളുടെയും ലോകങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയെ, നിന്റെ കരുണയുടെ നേർച്ചാൽ ഞങ്ങളിലേക്കും ഈ നിമിഷം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും അവരുടെ കുടുംബാംഗങ്ങളിലേക്കും അവർ ജോലിയെടുക്കുന്ന ഇടങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയെ, നിന്റെ കരുണയുടെ നേർച്ചാൽ ഞങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഈ നിമിഷം കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളിലേക്കും വർഷിക്കണമേ. അതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയെ, അവിശ്വാസികളുടെ മേലും ഈ നിമിഷം അവിശ്വാസത്തോടെ ഈ കർമ്മത്തെ കണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്കും വിശ്വാസത്തോടെ കരുണയ്ക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്കും ഈശോയെ കരുണയുടെ നീർച്ചാൽ ഒഴുക്കണമേ. അതിനുവേണ്ടി അവിശ്വാസികളുടെ കഠിനമായ ഹൃദയത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും മേൽ കരുണയായിരിക്കണമേ. 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 ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ
അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവേ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയെ, കരുണയുടെ നേർച്ചാൽ ഈ നിമിഷം COVID-19 അതിന്റെ മേൽ വർഷിക്കണം. അതോടൊപ്പം തന്നെ രോഗശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരിലേക്കും കരുണ വർഷിക്കണമേ. പാപത്തിന്റെ ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആത്മാക്കളിലേക്ക് കരുണ വർഷിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്കും ഈ ഇടവകയിലേക്കും ലോകം മുഴുവനിലേക്കും ഈശോയെ നിന്റെ കരുണയുടെ നേർച്ചാൽ ഒഴുകണമേ. കഠിനമായ ഹൃദയങ്ങളെ മയപ്പെടുത്തണമേ. ആരെയും ശിക്ഷയിലേക്ക് തള്ളിവിടരുതേ. ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ഈ നിമിഷം നിന്റെ മുമ്പിൽ മുട്ടുമേലെന്ന് ആർക്കൊക്കെ വേണ്ടി ഈ ജനം പ്രാർത്ഥിക്കുന്നുണ്ടോ, ഏതൊക്കെ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ, അവരിലേക്ക് ഈശോയെ കരുണ വർഷിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും കരുണയായിരിക്കണമേ. 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും കരുണയായിരിക്കണമേ. കരുണയുടെ കൃപ വർഷിക്കുന്ന ഈ സമയം പാടി കർത്താവിന്റെ മഹത്വത്തെ നമുക്ക് പ്രകീർത്തിച്ച് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്ന താഴ്മയോടെ മുറിവേറ്റ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തം ഈ നിമിഷം ഞങ്ങൾ ഓരോരുത്തരിലേക്ക് വർഷിക്കപ്പെടട്ടെ. ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ ബലഹീനരാണ് കർത്താവേ, കുറവുണ്ട് കർത്താവേ, നിന്റെ സമാധാനം ഞങ്ങൾ തരണമേ കർത്താവേ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശാ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശാ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. നൃപനാം മിശിഹാ കർത്താവേ, നിത്യപിതാവിൻ പ്രിയസൂനോ, മധ്യകുലത്തിൻ രക്ഷകനേ, ദിവ്യാനുഗ്രഹമേകണമേ. നരനുടെ നിലവിളി കേട്ടവനേ, നരനെ തേടിയണഞ്ഞവനേ, കനിവു നിറഞ്ഞൊരു നല്ലിടയാ ദിവ്യാനുഗ്രഹമേകണമേ. മർത്യശരീരമെടുത്തവനേ, മർദ്ദനമേറ്റു മരിച്ചവനേ, മഹിമയിൽ വീണ്ടും
ദിവ്യാനുഗ്രഹമേകണമേ. പാപം കൂട്ടിയ നാഗത്തിൻ പാവനവാതിൽ തുറന്നവനെ, മാനവനാശ പകർന്നവനെ, ദിവ്യാനുഗ്രഹമേകണമേ. അധ്വാനിച്ചു വലഞ്ഞവനും ഭാരമെടുത്തു കുഴഞ്ഞവനും സാന്ത്വനമരുളിയ ഗുരുനാഥ, ദിവ്യാനുഗ്രഹമേകണമേ. മർത്യനു നേർവഴി കാട്ടിടുവാൻ, അന്നലകറ്റി നയിച്ചിടുവാൻ, കൂരിരുൾ നീക്കിയുദിച്ചവനെ, ദിവ്യാനുഗ്രഹമേകണമേ. പുതിയൊരു കൽപ്പന നൽകിടുവാൻ, പുതിയൊരു ജീവനുണർത്തിടുവാൻ, ധരണിയിൽ വന്നു പിറന്നവനെ, ദിവ്യാനുഗ്രഹമേകണമേ. ദിവ്യ ശരീരം ഭോജനമായി മാനവനേകിയ ദൈവസുത, കരുണാനിധിയാ കർത്താവേ, ദിവ്യാനുഗ്രഹമേകണമേ. വിനയത്തിൻ തിരുതർപ്പണമേ, ശാന്തഗുണത്തിൻ പാർപ്പിടമേ, ദുഃഖിതരോടിലാശ്രയമേ, ദിവ്യാനുഗ്രഹമേകണമേ. ലോകത്തിൻ പാവങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥ, പാപം പൊറുക്കേണമേ നാഥ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാവങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥ, പ്രാർത്ഥന കേൾക്കേണമേ നാഥ, പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥ, ഞങ്ങളിൽ കനിയേണമേ നാഥ, ഞങ്ങളിൽ കനിയേണമേ. മിശിഹാ കർത്താവേ, നരകുലപാലകനേ, ഞങ്ങളണച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ, പരിമളവിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം, പരിമളവിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. ആത്മീയവും ശാരീരികവുമായ എല്ലാ ഫലങ്ങളാലും പരിശുദ്ധ കന്യക മറിയത്തിൽ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മാറിയ യോസേഫിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീക്ഷ്ണതയോടുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭനായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ മെത്രാന്മാർക്കും മെത്രാപ്പോലീത്താമാർക്ക് വേണ്ടിയും അവരുടെ സഭശുശ്രൂഷകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണബോധനായ നമ്മുടെ കർത്താവ് ശംശയുടെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരിലും ലോകം മുഴുവനിലും നിന്റെ കരുണയും അനുഗ്രഹവും വർഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.
പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. അങ്ങയിൽ അഭയം തേടുന്നവരെ അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ കൃപയുടെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്ന പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിർമ്മലമായ ഹൃദയത്തോടും പരിശുദ്ധമായ മനസ്സാക്ഷിയോടും കൂടെ അങ്ങയെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഈ കരുണയുടെ ഞായർ ദിവസം കരുണയുടെ നീർച്ചാൽ ഒടുക്കുമെന്ന് ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത കർത്താവേ, ഈ നിമിഷം മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ നിന്റെ പക്കലേക്ക് നീട്ടിക്കൊണ്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോയുടെ കരുണയുടെ ആശീർവാദം സ്വീകരിക്കുന്നതിന് മുൻപ് നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ടു എന്ന ഉള്ളിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരു തിരുവചന ഭാഗം നമ്മൾ കേൾക്കുകയാണ്. യേശയ്യാപ്രവാചക പുസ്തകം 55-ാം അധ്യായം 4 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. കരുണ ആർക്കാണ് കിട്ടുക? ഇതാ ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമാക്കിയിരിക്കുന്നു. നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും. നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ്, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ദുഷ്ടൻ തന്റെ മാർഗവും അധർമ്മി തന്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ. അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ചിന്തകൾ നിങ്ങളുടേത് പോലെയല്ല, നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എന്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ടേക്ക് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തിൽ നയിക്കപ്പെടും. മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ ആർത്തുപാടും. വനവൃക്ഷങ്ങൾ കൈകൊട്ടും. മുൾച്ചെടിക്ക് പകരം സരളവൃക്ഷവും കാരയ്ക്ക് പകരം സൗഗന്ധികവും മുളയ്ക്കും. ഇത് കർത്താവിന് ഒരു സ്മാരകമായിരിക്കും, ഒരിക്കലും നശിക്കാത്ത ശാശ്വത സ്മാരകം. അത് ഈശോയുടെ കരുണ കിട്ടാൻ ആഗ്രഹത്തോടെ അവന്റെ പക്കലേക്ക് നമുക്ക് അണയാം. ഒരിക്കൽ കൂടെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലിത്തരുന്നത് നിങ്ങൾ ആവർത്തിക്കുക. ഓ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കരുണയുടെ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ എന്നിൽ ശരണപ്പെടുന്നു. ഓ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കരുണയുടെ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ എന്നിൽ ശരണപ്പെടുന്നു. ഓ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കരുണയുടെ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ എന്നിൽ ശരണപ്പെടുന്നു. ഒരു നിമിഷം നമ്മുടെ എല്ലാ ദൈവങ്ങളും ഒരിക്കൽ കൂടെ നമ്മൾ സമർപ്പിക്കുകയാണ്. COVID-19 നമ്മിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടണം. അതിനുവേണ്ടി നമ്മൾ തീക്ഷണതയോടെ ആഗ്രഹിക്കുക. നിങ്ങളുടെ കുടുംബം, നിങ്ങൾ ജോലിയെടുക്കുന്നിടങ്ങൾ, നിങ്ങളുമായി ബന്ധപ്പെടുന്നവർ, അവരൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ. കരുണ ഈ നിമിഷം ഒഴുകിയിറങ്ങട്ടെ. ഈ ലോകം മുഴുവനിലേക്കും ഈശ്വർ കരുണ ഒഴുകിയിറങ്ങട്ടെ. തീക്ഷണതയോട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കൂ. പാപമോചനം കിട്ടട്ടെ. പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഈ ലോകത്തെ നയിക്കട്ടെ. ദുരാത്മാവിന്റെ ശക്തി യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഈ നിമിഷം പരിശുദ്ധ പിതാവിന്റെ അഭിഷേകത്തോട് ചേർന്ന്
സഭയിലെ മെത്രാന്മാരുടെ, വൈദികരുടെ, സമർപ്പിതരുടെ അഭിഷേകത്തോട് ചേർന്ന് ഷിക്കാഗോ സീറോ മലബാർ രൂപതയുടെ മെത്രാൻ അഭിമന്യ ഞങ്ങാടത്തി പിതാവിന്റെയും കൊച്ചുപിതാവ് ആലപ്പാട്ട് പിതാവിന്റെയും അഭിഷേകത്തോട് ചേർന്ന് എന്റെ അതിരൂപതയുടെ മെത്രാപ്പോലീത്ത മൂലക്കാട്ട് പിതാവിന്റെ അഭിഷേകത്തോട് ചേർന്ന് പണ്ടാരശ്ശേരി പിതാവിന്റെ അഭിഷേകത്തോട് ചേർന്ന് സീറോ മലബാർ സഭയുടെ കർദിനാൾ ആലഞ്ചേരി പിതാവിന്റെ അഭിഷേകത്തോട് ചേർന്ന് സഭയിലുള്ള എല്ലാ മെത്രാന്മാരുടെ അഭിഷേകത്തോട് ചേർന്ന് യേശുവിന്റെ നാമത്തിൽ, ശക്തിയേറിയ നാമത്തിൽ ഈ ലോകത്തെയും ഈ പ്രിയപ്പെട്ട മക്കളെയും കീഴടക്കിയിരിക്കുന്ന സാത്താന്റെ ശക്തിയായ COVID-19 എന്ന ശക്തി യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് അവിടുത്തെ കുരിശിന്റെ ചുവട്ടിലേക്ക് തള്ളിവിടുന്നു. എത്രയും പെട്ടെന്ന് നീ വിട്ടുപോകുക. യേശുവിന്റെ തിരുരക്തം ഞങ്ങൾക്ക് സംരക്ഷണ കവചം തീർക്കട്ടെ. തിഷ്ഠതയോടെ ഓരോരുത്തർ പ്രാർത്ഥിക്കാൻ. നിങ്ങളിരിക്കുന്ന ഭവനം ശുദ്ധീകരിക്കപ്പെടട്ടെ. യേശു എനിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് സാത്താന്റെ ശക്തിയെ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ഈ ഇടവകളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും, വ്യക്തികളിൽ നിന്ന് നീ വിട്ടുപോവുക. ഓ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കരുണയുടെ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങനെ ശരണപ്പെടുന്നു. സ്വർഗത്തിൽ നിന്ന് ആഗതമാകുന്ന ഈശോയുടെ ആശീർവാദം പൂർണ്ണബോധ്യത്തോടെ നമ്മൾ സ്വീകരിക്കണം. അതുകൊണ്ട് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. മക്കളെ തീഷ്ണതയോടെ ആഗ്രഹിക്കണം. കരുണയുടെ നേർച്ച നമ്മിലേക്ക് ഒഴുകിയിറങ്ങും. നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ജോലിയിടങ്ങളിലേക്ക്, നിന്റെ സ്ഥാപനങ്ങളിലേക്ക് ഈ നിമിഷം ഒഴുക്കിയിറക്കണം. അതിന് എത്രമാത്രം താഴാൻ നിനക്ക് സാധിക്കൂ, എത്രമാത്രം എളിമപ്പെടാൻ നിനക്ക് സാധിക്കും, അത്രത്തോളം നീ താഴുക. അത്രത്തോളം താഴുമ്പോൾ അത്രത്തോളം കരുണ ഈശോ നിന്റെ ഹൃദയത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് വർഷിക്കും. ആഗ്രഹത്തോടെ സ്വർഗത്തിൽ ആഗതമായ ഈശോയെ നമുക്ക് വിളിക്കാം, വിളിച്ച് പ്രാർത്ഥിക്കാം, താഴ്മയോടെ വിളിച്ച് പ്രാർത്ഥിക്കാം. ജീവൻ നൽകുമൊരപ്പം നീ മധ്യമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. മാനവനായി നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ. ദിവ്യദിനത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
മുട്ടുകുത്തി താഴ്മയോടെ തമ്പുരാന്റെ മുമ്പിൽ ആയിരിക്കുക. ഈശോയെ നിമിഷം നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് കരുണയുടെ നേർച്ചാൽ നമ്മിലേക്ക് ഒഴുകുന്നു. ആ ബോധ്യത്തോടുകൂടി വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈശോയെ ഈ നിമിഷം എല്ലാവരെയും നോക്കി അനുഗ്രഹം വർഷിക്കുന്ന നമ്മുടെ മനസ്സ് കാണുന്ന ഹൃദയം കാണുന്ന കർത്താവ് ഈ നിമിഷം ഹൃദയത്തെ തൊട്ട് തന്നെ കരുണ വർഷിക്കുന്നു. ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദിവ്യകാരുണ്യനാഥന്റെ കരുണയും അനുഗ്രഹവും സംരക്ഷണവും നമ്മിലും ലോകം മുഴുവനിലും നമ്മൾ വസിക്കുന്ന ഭവനങ്ങളിലും നമ്മുടെ മക്കളിലും നമ്മളുമായി ബന്ധപ്പെടുന്നവരിലും ആയിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിടം വാഴ്ത്തിടുവിൻ. വരനിരയാറൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.